വരുത്തും. അവൻ ഒരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. ഞാൻ അവനെ അവന്റെ സ്വന്തദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ വേദഭാഗമാണല്ലോ 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, ഹല്ലേലൂയ. എന്നെ നിന്ദിച്ചതായി നിങ്ങൾ കേട്ടിരിക്കുന്ന വാക്കുകൾ നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയുന്നത് ഭയപ്പെടേണ്ട. പലപ്പോഴും ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില വാക്കുകളുടെ മുമ്പിൽ വല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? ഭയപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഭയം പലപ്പോഴും നമ്മളെ എന്ത് ചെയ്യും? കീഴ്പ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. എത്ര മനോബലമുള്ളവരായിരുന്നാലും, എത്ര ധൈര്യശാലികളാണെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മൾ എന്ത് ചെയ്യും? ഭയപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. പിശാചിന്റെ ഒരു തന്ത്രമാണ് നമ്മളെ ഭയപ്പെടുത്തുക എന്നുള്ളത്. ഹല്ലേലൂയ. നമ്മെ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളതായി മാറും. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ പ്രാർത്ഥന കുറയും. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യും? പിന്നിലേക്ക് വലിയുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാതിരുന്നാൽ, ഹല്ലേലൂയ, ഇത്രയും കുഴപ്പമില്ലല്ലോ നമ്മൾ എന്ത് ചെയ്യും? ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ പ്രശ്നമാണല്ലോ, അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കാമെന്ന് നമ്മൾ എന്ത് ചെയ്യും? ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. പിശാചിന്റെ ഒരു തന്ത്രമാണ് നമ്മളെ എന്ത് ചെയ്യുക? ഭയപ്പെടുത്തുക എന്നുള്ളത്. ഭയപ്പെടുത്തുക. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഹല്ലേലൂയ, അതിന്റെ സാഹചര്യം വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഹിസ്കിയ രാജാവ്, ഹല്ലേലൂയ, അശൂർ രാജാവ് മുഖാന്തരമായിട്ട് അവർക്ക് ഒരു അറിയിപ്പ് കിട്ടി, ഒരു കത്ത് അവർക്ക് കിട്ടി. ഹല്ലേലൂയ. തൻ മുഖാന്തരമായിട്ട് അവിടെ പറയുന്ന കാര്യങ്ങൾ നിമിത്തമാണ് എന്ത് ചെയ്തത്? ഇവരെല്ലാവരും ഭയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കറിയാം, അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ പശ്ചാത്തലം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരാം. വേഗത്തിൽ നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യം. അവിടെ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. അവിടെ ശത്രു വന്നിട്ട് അവരുടെ സ്വന്തം ഭാഷയിൽ എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഇവർക്ക് എന്ത് ചെയ്യണം? വ്യക്തമായി മനസ്സിലാക്കണം, അല്ലേ? വ്യക്തമായിട്ട് എന്ത് ചെയ്യണം? അവരുടെ സ്വന്തം ഭാഷയിൽ അവരെ പറഞ്ഞെന്ത് ചെയ്യുകയാണ്? ഭയപ്പെടുത്തുവാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. അശൂർ രാജാവ് വന്ന് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് ചെയ്യുകയില്ല? ഇവരെ ഭയപ്പെടണമെന്നില്ല. എന്നാൽ ജനമെല്ലാം കേൾക്കെ, ഹല്ലേലൂയ, എല്ലാവർക്കും വ്യക്തമാകത്തക്ക നിലയിൽ അവരുടെ സ്വന്തം ഭാഷയിൽ ശത്രു നിന്നുകൊണ്ട് അവരോട് എന്ത് ചെയ്യാൻ പോവുകയാണ്? സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. വായിക്കാം. ഹല്ലേലൂയ. ഹിസ്കിയാവ് എന്ന് പറയുന്ന യഹൂദ രാജാവ് യഹൂദ ജനങ്ങളെ എന്ത് ചെയ്തെന്നാ പറയുന്നത്? ചതിക്കരുത്. ആരാ പറയുന്നത്? ശത്രു രാജാവ് ഇവർക്ക് യഹൂദയിലുള്ള ജനങ്ങൾക്ക് ഒരു അറിയിപ്പ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ രാജാവായ ഹിസ്കിയാവ് നിങ്ങളെ എന്ത് ചെയ്യരുത്? ചതിക്കരുത്. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ എന്ത് ചെയ്യുകയില്ല? അവന് കഴിയുകയില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അവൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഹല്ലേലൂയ, ഹിസ്കിയാവ് വന്നിട്ട് നിങ്ങളോട് പറയും, ഹല്ലേലൂയ, നിങ്ങളെ യഹോവ എന്ത് ചെയ്യുകയില്ല? അശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അവന്റെ വാക്കുകളിൽ വിശ്വസിക്കരുത്. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളികളെയും അത്തിവൃക്ഷത്തെയും ഫലം തിന്നുകയും താന്താന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തുകൊള്ളും. പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും വീനും അപ്പവും മുന്തിരിത്തോട്ടങ്ങളും ഒലിവെണ്ണയും തേനും ഉള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. എന്നാൽ നിങ്ങൾ മരിക്കാതെ ജീവിച്ചിരിക്കും. യഹോവ നമ്മെ വിടുവിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുന്ന ഹിസ്കിയാവിന് ചെവി കൊടുക്കരുത്.
യഹോവ നിങ്ങളെ വിടുവിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുന്ന ഹിസ്കിയാവിന് എന്ത് ചെയ്യരുത്? നിങ്ങൾ ചെവി കൊടുക്കരുത്. കൊടുക്കാതിരുന്നാൽ ഹല്ലേലൂയ നിങ്ങളുടെ ദേശത്തെ സകല ഫലം എന്ത് ചെയ്യും? നിങ്ങൾ അനുഭവിക്കും. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? ഒരു ദോഷവും വരുത്തുകയില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുകയാണ്? ഇവരെ മനം തിരിയിക്കുവാനുള്ള ഒരു പ്രത്യേക കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഭാഗം വായിക്കാമോ? ഇനി ചില ഉദാഹരണങ്ങൾ എന്ത് ചെയ്യാണ്? പറയുകയാണ്. ചില ഉദാഹരണങ്ങൾ അവൻ കൊടുത്തു വിട്ടിരിക്കുന്ന ആ കത്തിനകത്ത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ജാതികളുടെ ദേവന്മാർ ആരെങ്കിലും തന്റെ ദേശത്തെ അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? അവിടെയൊക്കെ ദേവന്മാർ ഉണ്ടായിരുന്നു. പക്ഷെ ആ ദേശത്തെ എന്ത് ചെയ്തു? ഞങ്ങള് അശൂർ രാജാവ് ആ ദേശത്തെ എന്ത് ചെയ്തു? കീഴടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ദേശത്തിലെ ദേവന്മാരാരും എന്ത് ചെയ്തില്ല? അവർക്ക് സഹായിച്ചില്ല. അവരെ ആരും എന്ത് ചെയ്തില്ല? ആ ദേശത്തിലെ ദേവന്മാർ സഹായിക്കുകയോ പിടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അടുത്തത് മതി. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ അശൂർ രാജാവ് യഹൂദന്മാരുടെ ഭാഷയിൽ തന്നെ അവരോട് അവന്റെ ദൂതൻ മുഖാന്തരമായിട്ട് പറയുകയാണ്. ഹല്ലേലൂയ അശൂർ രാജാവിന്റെ ശക്തി, അങ്ങനെയുള്ളവരാണ്, വലിയ ശക്തിമാനാണ്, അവൻ വലിയ ബലവാനാണ്. ഹല്ലേലൂയ. ഇതുവരെയുമുള്ള അവന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അവനൊരു ദേശത്തെ ആക്രമിക്കുവാൻ പദ്ധതിയിട്ടാൽ, അവനൊരു ദേശത്തെ കീഴ്പ്പെടുത്തുവാൻ പദ്ധതിയിട്ടാൽ ഹല്ലേലൂയ ഇതുവരെയും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ അവൻ ആക്രമിച്ച ഒരു ദേശവും എന്ത് ചെയ്തിട്ടില്ല? അവന്റെ കയ്യാൽ പിടിക്കപ്പെടാതിരുന്നിട്ടില്ല. ഹല്ലേലൂയ ഒരു ശത്രുവും ഇത് എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെയും അവന് കീഴ്പ്പെടാതിരുന്നിട്ടില്ല. അത് അവന്റെ ചരിത്രമാണ്. ഹല്ലേലൂയ അവൻ പറയുന്നത് ഹല്ലേലൂയ ഞാൻ ആക്രമിച്ച ജാതികളുടെ, നിങ്ങളുടെ അല്ല, യഹൂദന്മാരുടെ അല്ല, ജാതികളുടെ പല സ്ഥലങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ. ഹല്ലേലൂയ അവർക്കൊക്കെ ദേവന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ആ ദേവന്മാരെ ആരാധിക്കുന്നവരായിരുന്നു. ആ ദേവന്മാർക്ക് പൂജയാഗങ്ങളെ അർപ്പിക്കുന്നവരായിരുന്നു. എന്നാൽ അവർക്ക് ആർക്കും എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ആ ദേശത്തെ വിടുവിക്കുവാൻ ആ ദേവന്മാർക്ക് ആർക്കും കഴിഞ്ഞില്ല. ഹല്ലേലൂയ അതുപോലെ തന്നെ ഹല്ലേലൂയ നിങ്ങളുടെ യഹോവയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുകയില്ല? ജയിക്കുവാനായിട്ട് കഴിയുകയില്ല. ഈ ദേശത്തെ വിടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. ഹിസ്കിയാവ് നിങ്ങളെ എന്ത് ചെയ്യുക? തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുക. ഹല്ലേലൂയ നിങ്ങളെ വെറുതെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളോട് പറയുക യഹോവ അശൂർ രാജാവിനെ കീഴ്പ്പെടുത്തി ദേശത്തെ നമുക്ക് അവകാശമാക്കി നൽകും, നിങ്ങൾക്ക് ഇനി തോൽവി ഉണ്ടാകുകയില്ല എന്നൊക്കെ അനാവശ്യമായ മോട്ടിവേഷൻ തന്ന് നിങ്ങളെ കഷ്ടത്തിലാക്കുവാൻ, നിങ്ങളെ പ്രയാസത്തിലാക്കുവാൻ, നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുവാനാണ് ഹിസ്കിയാവ് കാര്യങ്ങളെ കൂട്ടുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് ഹിസ്കിയാവ് പ്രവർത്തിക്കുന്നതെന്ന് എന്ത് ചെയ്യുകയാണ്? അശൂർ രാജാവ് ഇവരുടെ ഭാഷയിൽ ഇവരോട് തീരുകയാണ്, അരുളി ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇതുപോലെ അവനെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ ഹല്ലേലൂയ ശത്രുവിന് ഇങ്ങനെ പല കഥകൾ പറയുവാനായിട്ടുണ്ടാകും. ഹല്ലേലൂയ ശത്രുവിന്റെ കഥകൾ ഹല്ലേലൂയ അവൻ ചരിത്രം വെച്ചാ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ അവന്റെ ചരിത്രത്തിൽ ഹല്ലേലൂയ ഒരു തോൽവി അവന് ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ അവൻ ഏതെല്ലാം ദേശത്ത് ആക്രമിക്കുവാൻ പോയിട്ടുണ്ടോ അവിടെയെല്ലാം അവൻ ജയം പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ ഒരു ദേവന്മാരെയും അവൻ എന്ത് ചെയ്തിട്ടില്ല? ഭയപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ ഒരു ദേവന്മാർക്കും അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതവന്റെ ചരിത്രമാണ്. ഹല്ലേലൂയ അവൻ ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ ഈ സംഭവങ്ങൾ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ജനമെല്ലാം എന്ത് ചെയ്തു? ഭയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ ആർക്കും ഒരു ഉത്തരവും പറയുവാനായിട്ടില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ മിണ്ടാട്ടം മുട്ടിപ്പോയി. കാരണം ഹല്ലേലൂയ വലിയ പ്രതിസന്ധിയിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവർ ചെന്ന് ചേർന്നിരിക്കുന്നത്. ഹല്ലേലൂയ അശൂർ രാജാവ് എന്ത് ചെയ്യുക? ഞങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി പോകുക. ഹല്ലേലൂയ അവനൊരു ഓഫർ കൊടുത്തു. ഹല്ലേലൂയ ഹിസ്കിയാവിന്റെ വാക്ക് കേട്ട് വെറുതെ നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാതെ എനിക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ അത് മുന്തിരി ആയിക്കോട്ടെ, അത് അത്യവൃക്ഷമായിക്കോട്ടെ, നിങ്ങൾക്കുള്ള നന്മയായിക്കോട്ടെ, എന്തായിക്കോട്ടെ അത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ ഞാൻ തരാം. വെറുതെ എന്ത് ചെയ്യരുത്? എന്നോട്
പോരിന് വരരുത്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ആമേൻ ഇവന്റെ ഈ വാർത്ത ജനത്തിന്റെ മനസ്സിനെ വല്ലാതെ എന്ത് ചെയ്തു? ആമേൻ വലച്ചു കളഞ്ഞു. ഹല്ലേലൂയ ആമേൻ രാജാവിന് വിരോധമായിട്ട് അല്ലെങ്കിൽ ആമേൻ ഹിസ്കിയാവിന് വിരോധമായിട്ട് ജനത്തിന്റെ മനസ്സിനെ മാറ്റിക്കളയത്തക്ക നിലയിൽ ഇവന്റെ വാർത്ത അവർ ഉള്ളിലേക്ക് എന്ത് ചെയ്തു? കയറുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആമേൻ അടുത്ത ഭാഗം നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ ഈ വാർത്ത മുഖാന്തരം ഹല്ലേലൂയ എല്ലാവരും വളരെ എന്ത് ചെയ്തു? ഭയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ ഹല്ലേലൂയ ആമേൻ ശത്രുവിന് ഇങ്ങനെ പറയുവാൻ ആമേൻ പല ചരിത്രങ്ങൾ ഉണ്ടാകാം. ഹല്ലേലൂയ അവന്റെ ചരിത്രങ്ങളൊക്കെ ഒരു പക്ഷേങ്കിൽ വലിയ വിജയങ്ങളുടേതാകാം. ഹല്ലേലൂയ എന്നാൽ ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുവാൻ അവന്റെ ചരിത്രത്തിന് കഴിയുകയില്ല. ഹല്ലേലൂയ ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവത്തിൽ നിന്ന് അവന്റെ വിജയം ഹല്ലേലൂയ നമ്മുടെ വിജയത്തെ എടുത്തു കളയുവാൻ ഒരു ദുഷ്ടശക്തിക്ക് കഴിയുകയില്ല എന്നാണ് ആമേൻ ചരിത്രം താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യുകയാണ്? ഹിസ്കിയാവ് ആളിനെ അയച്ചു. ഹല്ലേലൂയ സമയം നമ്മുടെ മുമ്പിൽ കുറവായതുകൊണ്ട് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആടിനെ അയച്ചു. ഹല്ലേലൂയ അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാടുകളെ എന്ത് ചെയ്യുകയാണ്? ആമേൻ അവരോടായിട്ട് ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്യുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ അവിടെയാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ നിങ്ങൾ നിങ്ങളുടെ യജമാനനോട് പറയേണ്ടതെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അശൂർ രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി ഞാൻ കേട്ടിരിക്കുന്നു. അവന്റെ വാക്കുകൾ നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ ഹല്ലേലൂയ ആമേൻ പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുവാൻ ആമേൻ നമ്മുടെ വിരുദിനെ തെറ്റിക്കുവാൻ ഹല്ലേലൂയ അല്ലെങ്കിൽ നമ്മളുടെ അനുഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ ഹല്ലേലൂയ ആമേൻ ശത്രു ഇപ്രകാരമുള്ള പലവിധമായ ഭയപ്പാടുകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഇന്ന് പോൽക്കാലം ദൈവസ്നേഹത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഭയപ്പെടരുത്. അവരിലുള്ളതിനേക്കാൾ വലിയവനാ നമ്മളോട് കൂടെയുള്ളതെന്ന് ഇന്ന് പോൽക്കാലം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ ആമേൻ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. ഹല്ലേലൂയ ദൈവം അത്ഭുതങ്ങൾ എന്ത് ചെയ്യും? ചെയ്യുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും ഹല്ലേലൂയ എങ്ങനെയാ ഹല്ലേലൂയ ഈ രോഗം മാറിയ ചരിത്രമുണ്ടോ? ഹല്ലേലൂയ ഇങ്ങനെ ഒരു രോഗം വന്നിട്ട് ആർക്കെങ്കിലും സൗഖ്യം വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ ആർക്കും സൗഖ്യം വന്നിട്ടില്ലായിരിക്കാം. എന്നാൽ നിനക്ക് ദൈവം സൗഖ്യം നൽകും. ഹല്ലേലൂയ ദൈവം നിന്റെ ചരിത്രത്തെ എന്ത് ചെയ്യോ? മാറ്റുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒരു പക്ഷേങ്കിൽ നമ്മൾ ആമേൻ ചിന്തിക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ ആമേൻ ചരിത്രം അങ്ങനെയായിരിക്കാം. എന്നാൽ നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം നിന്റെ ചരിത്രത്തെ എന്ത് ചെയ്യും? മാറ്റുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ എത്ര പേർക്ക് ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയും? ഹല്ലേലൂയ ആമേൻ അശൂർ രാജാവ് വലിയ വീരനായിരിക്കാം, അവൻ വലിയ ശൂരനായിരിക്കാം, അവൻ അനേക ഇടങ്ങൾ കീഴ്പ്പെടുത്തിയവനായിരിക്കാം, അനേക ഇടങ്ങളിൽ അവന്റെ ഹല്ലേലൂയ ആമേൻ വിജയക്കൊടി പാലിച്ചിട്ടുണ്ടാകാം. ഹല്ലേലൂയ എന്നാൽ ഇപ്പോൾ അവൻ ആയിരിക്കുന്നത് ആമേൻ ദൈവജനത്തിന്റെ മുമ്പാകെ ഹല്ലേലൂയ ആമേൻ അവന്റെ പേരാ ആമേൻ സൈന്യങ്ങളുടെ യഹോവ. ഹല്ലേലൂയ അവൻ കീഴടക്കിയ മറ്റ് രാജ്യങ്ങളിലെ ദേവന്മാരെ പോലെയല്ല. ഹല്ലേലൂയ യഹൂദൻ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെ. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഹല്ലേലൂയ ദിനവൃത്താന്ത പുസ്തകം 32-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ ഇതേ കാര്യം തന്നെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവരോട് പറയുന്ന ഒരു വാക്ക് വേഗത്തിൽ ആ വാക്യം ഒന്ന് വായിക്കാമോ? 32-ന്റെ 7-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 32-ന്റെ 7. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. അശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല ജനത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കുകയും വരുത്. അവരോട് കൂടെയുള്ളതിലും വലിയൊരുവൻ എവിടെയുണ്ട്? നമ്മോട് കൂടി എത്ര പേർ ദൈവത്തിൽ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ ഇന്ന് പോൽക്കാൻ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച് ആമീൻ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് പോൽക്കാൻ ദൈവാത്മാവ് വ്യക്തമായി നിന്നോട് പറയുകയാണ് ഹല്ലേലൂയ ആമീൻ നിന്റെ ഭാരങ്ങളെക്കാൾ, നിന്റെ പ്രയാസങ്ങളെക്കാൾ, നിന്റെ ദുഃഖങ്ങളെക്കാൾ, നിന്റെ കഷ്ടങ്ങളെക്കാൾ അതിനൊക്കെ അപ്പുറവും ആമീൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയവനുണ്ട് എന്ന്
ഇന്ന് പകൽക്കാലം നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. അവൻ നിന്റെ ചരിത്രത്തെ മാറ്റുന്ന ദൈവമാ. അവൻ നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസത്തെ വരുത്തുന്ന ദൈവമാ. അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അരുളപ്പാട് ആമീൻ പിന്നെയും ദൈവം തന്റെ ജനത്തോട് അറിയിക്കുമ്പോൾ ഹല്ലേലൂയ ആമീൻ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ആമീൻ ഹല്ലേലൂയ ആമീൻ രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടെന്ന് വായിക്കാമോ? ആമീൻ ഹല്ലേലൂയ 32 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് യഹോവ അശ്ശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, അവനെയ്യുന്ന ഒരു അമ്പും എന്ത് ചെയ്യുകയില്ല, ഈ നഗരത്തിൽ വരികയില്ല, അതിന്റെ നേരെ പരിചയോടുകൂടി വരികയുമില്ല. അവൻ വന്ന വഴികൾ എന്ത് ചെയ്യും? മടങ്ങിപ്പോകും. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ ആമീൻ ഇവരെ ആക്രമിക്കുവാൻ, യഹൂദയെ ആക്രമിക്കുവാൻ, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഹല്ലേലൂയ ആമീൻ ഈ രാജ്യത്തെ കീഴ്പ്പെടുത്തുവാൻ, ഹല്ലേലൂയ ഹിസ്കിയാവിനെ പിടിക്കുവാൻ, ഹല്ലേലൂയ എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞ് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി ഹല്ലേലൂയ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ആമീൻ അശ്ശൂർ രാജാവിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഹല്ലേലൂയ അവനെ ഇന്ന ഒരു അമ്പ് പോലും നിന്റെ ദേശത്ത് വരികയില്ല. ഹല്ലേലൂയ അവന് നിന്റെ ദേശത്ത് കടക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ അവൻ നിനക്കെതിരെ കടന്നു വരുവാൻ ഒരിക്കലും ആമീൻ നമ്മുടെ ദൈവം എന്ത് ചെയ്യുകയില്ല, അവനെ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ ആമീൻ പലവിധമായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ അവനിലുള്ളവനേക്കാൾ വലിയവനാ എന്നോട് കൂടെയുള്ള ദൈവം. ഹല്ലേലൂയ എന്റെ ദൈവം എന്നെ വിടുവിക്കുവാൻ ശക്തനാ, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആമീൻ ശക്തനാണെന്ന് നീ ഉറച്ചു വിശ്വസിച്ചാൽ ഹല്ലേലൂയ ശത്രുവിന്റെ ഒരു അമ്പ് നിനക്കെതിരെ തറയ്ക്കുകയില്ല. ഹല്ലേലൂയ നിന്റെ ദേശത്ത്, നിന്റെ ഭവനത്തിൽ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ വ്യക്തി ജീവിതത്തിനകത്ത് ഒരു ശത്രുവിനും പ്രവർത്തിപ്പാൻ ദൈവം അനുമതി കൊടുക്കുകയില്ല. ദൈവം നിന്നെ മുഴുവനായി കാത്ത് സംരക്ഷിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ ദൈവം നിന്റെ ചരിത്രത്തെ എന്ത് ചെയ്യും? മാറ്റുവാനായിട്ട് ഇടയായി തീരും. നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ, നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ഹല്ലേലൂയ ഹിസ്കിയാ രാജാവിന്റെ കൂടെയുള്ളവരും ആമീൻ അവർ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ആമീൻ ഒരു കാരണവശാലും ആമീൻ ശത്രു നിന്റെ ദേശത്ത് എന്ത് ചെയ്യില്ല, പ്രവർത്തിക്കുകയില്ല. ഹല്ലേലൂയ ഒരു ശത്രു നിന്റെ ദേശത്ത് എന്ത് ചെയ്യില്ല, കടക്കുകയില്ല. ഹല്ലേലൂയ അതുവരെ കാണാത്ത ഒരു യുദ്ധമുറ ആമീൻ യഹൂദ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ ആമീൻ ശത്രുവിനെ ഹല്ലേലൂയ ഒരൊറ്റ ദൂതൻ, ദൈവത്തിന്റെ ഒരൊറ്റ ദൂതൻ ഹല്ലേലൂയ ആമീൻ ശത്രുവിന്റെ പാളയത്തിൽ എന്ത് ചെയ്തു? പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ അന്ന് രാത്രിയിൽ ഹല്ലേലൂയ ശത്രു പാളയത്തിൽ, അശ്ശൂർ രാജാവിന്റെ പാളയത്തിൽ ആമീൻ ഹല്ലേലൂയ മരിച്ചു വീണപ്പെട്ട ഹല്ലേലൂയ മരിച്ചു വീണത് ഹല്ലേലൂയ 1,80,000 പേർ. ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ ശത്രു നിന്നുകൊണ്ട് അവൻ വലിയ ബലവാനാണ്, അവൻ വലിയ ശക്തനാണ് എന്ന് ആമീൻ ഭയപ്പെടുത്തുന്ന നിലയിൽ, ദൈവജനത്തെ കഷ്ടപ്പെടുത്തുന്ന നിലയിൽ, ഹല്ലേലൂയ അവരുടെ മനത്തെ തകർക്കുന്ന നിലയിൽ ഹല്ലേലൂയ അവർ ഉറച്ചുറച്ചു പറഞ്ഞു, ഹല്ലേലൂയ യഹോവ മറ്റു ദേവന്മാരെ പോലെ ഒരുവൻ മാത്രമാ, അവൻ നിങ്ങളെ എന്ത് ചെയ്യില്ല, രക്ഷിക്കുവാൻ കഴിയുകയില്ല, മര്യാദയ്ക്ക് നിങ്ങൾ എനിക്ക് കീഴടങ്ങുക. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവജനത്തിന് വേണ്ടി കടന്നു വന്നപ്പോൾ, ദൈവത്തിന്റെ കരം ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ആമീൻ പ്രവർത്തിക്കുവാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ യഹോവയുടെ ഒരൊറ്റ ദൂതൻ ഹല്ലേലൂയ ശത്രുവിനെ എന്ത് ചെയ്തു? മുഴുവനായി തകർക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആമീൻ നീ ദൈവത്തിൽ ആശ്രയിച്ച്, നീ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ നിന്നെ കീഴ്പ്പെടുത്തുവാൻ ഒരു ശത്രുവിന് കഴിയുകയില്ല. ഹല്ലേലൂയ നിന്റെ ജീവിതത്തെ തകർക്കുവാൻ ഒരു ശത്രുവിന് കഴിയുകയില്ല. ആമീൻ നിന്റെ കുടുംബത്തിനെതിരെ ആമീൻ ഹല്ലേലൂയ കടന്നു വരുവാൻ ഒരു ശത്രുവിനെ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ ദൈവം നിനക്ക് മുഴുവനായി ഹല്ലേലൂയ കാവൽ നിൽക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ ശത്രുവിന്റെ സകല തീയമ്പുകളെയോ എന്റെ ദൈവം എന്ത് ചെയ്യും? ആമീൻ തകർക്കുവാനായിട്ട് ഇടയായി തീരും. ഒന്ന് മാത്രം, നീ ദൈവത്തിൽ ആശ്രയിക്ക്, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ അതുവരെയും കാണാത്ത ഒരു യുദ്ധം. ഹല്ലേലൂയ ആമീൻ അതിനു മുമ്പ് ആമീൻ അശ്ശൂർ രാജാവ് പറഞ്ഞുകൊണ്ടിരുന്നത് ആമീൻ വേറൊരു ചരിത്രം. ഹല്ലേലൂയ അതുവരെയും അവനെ ആർക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത, യാതൊരു ദേവന്മാർക്കും ഹല്ലേലൂയ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത വലിയൊരു ചരിത്രത്തെ അശ്ശൂർ രാജാവിന് പറയാനുണ്ടായിരുന്നതെങ്കിൽ ഹല്ലേലൂയ ആമീൻ അവൻ ദൈവജനത്തിന് വിരോധമായി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവന്റെ ചരിത്രത്തെ ആമീൻ ഹല്ലേലൂയ ദൈവം തിരുത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ അതുവരെയും തോൽവി പണയാത്തവൻ ഹല്ലേലൂയ
ഹല്ലേലൂയ, തോറ്റോടി ഹല്ലേലൂയ, ആമീൻ, അവന്റെ സൈന്യം മുഴുവൻ എന്ത് ചെയ്തു? ആമീൻ, ആമീൻ, പട്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? ജീവനുള്ള ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന സകലത്തെയും ദൈവം എന്ത് ചെയ്യും? തകർക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ആമീൻ. എന്റെയും നിന്റെയും നേരെ ആമീൻ പിശാച് പല നിലകളിൽ, ഹല്ലേലൂയ, പല നിലകളിൽ, ആത്മീയ നിലവാരത്തിലും ഭൗതിക നിലവാരത്തിലും കുടുംബത്തിലും തലമുറകളിലും, ആമീൻ, പല നിലകളിലും, ഹല്ലേലൂയ, ആമീൻ, ശത്രു നമ്മളെ തകർക്കുവാൻ, ആമീൻ, ശത്രു നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ, നീ ദൈവത്തിൽ തന്നെ ആശ്രയം വെച്ചാൽ, ഹല്ലേലൂയ, ആമീൻ, അവരിലുള്ളവനേക്കാൾ വലിയവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം എന്നുള്ള ബോധ്യം, അവരിലുള്ളവനേക്കാൾ വലിയവനാ എന്റെ ദൈവം എന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ, ആ ഒരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ, ആമീൻ, നീ ഒരിക്കലും പരാജയനായി തീരുകയില്ല, നീ ഒരിക്കലും പരാജിതയായി തീരുകയില്ല. ദൈവം നിനക്ക് ജയം നൽകുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്ക്, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ആ ജീവനുള്ള ദൈവത്തെയാ ഇന്നും നാം ആരാധിക്കുന്നത്, ആ ദൈവത്തെയാ ഇന്നും നാം മഹത്വപ്പെടുത്തുന്നത്, ആ ദൈവത്തിന്റെ സന്നിധിയില ഇന്ന് പോൽക്കാൻ നമ്മൾ ആയിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. നിന്റെ കഷ്ടതയുടെ നടുവിൽ, നിന്റെ രോഗത്തിന്റെ നടുവിൽ, നിന്റെ ഇല്ലായ്മയുടെ നടുവിൽ, നിന്റെ ശൂന്യതയുടെ നടുവിൽ, ഹല്ലേലൂയ, നിന്റെ മനോഭാരങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ, നീ തളർന്നു പോകേണ്ട, നീ ഭയപ്പെട്ടു പോകേണ്ട, നീ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാൻ ദൈവത്തിന് മുമ്പാകെ നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം, കണ്ണുകളെ അടയ്ക്കാം. ദൈവസ്ഥ നമുക്ക്